റാംമോഹൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. "ഇനി വെളിച്ചം കാണാൻ സാധിക്കുമോ ഡോക്ടർ?" അയാൾ ഡോക്ടറോട് ചോദിച്ചു. സുമയും തുകിനയും പ്രതീക്ഷയോടെ ഡോക്ടറെ നോക്കി. ഡോക്ടർ പറഞ്ഞു, "ഭക്ഷണം മാത്രമല്ല, മദ്യത്തിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ കഴിച്ചതും കുടിച്ചതും നിലവാരം കുറഞ്ഞ വിഷമായി മാറിയ വസ്തുക്കളായിരുന്നു. ഭാഗ്യത്തിന് നിങ്ങൾ രക്ഷപ്പെട്ടു. പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. ധാരാളം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ ധാരാളം ആളുകൾ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും." സുമ ദൈവത്തിന് നന്ദി പറഞ്ഞു. "കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ഒരു കണ്ണ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും," അവൾ മനസ്സിലുറച്ചു. "ധാരാളം ട്രീറ്റ്മെൻറ്റ് എടുക്കാനുണ്ട്," ഡോക്ടർ പറഞ്ഞു. "ഇപ്പോൾ തന്നെ നിങ്ങളെ റൂമിലേക്ക് മാറ്റും കേട്ടോ. നിങ്ങൾ രണ്ടാളും ഇനി പൊയ്ക്കോളൂ." അച്ഛൻ്റെ കൈ വിടുവിച്ച് സുമ കൈവെള്ളയിൽ നിന്നും കണ്ണീരിൽ കുതിർന്ന റാംമോഹൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വച്ചിട്ട് പറഞ്ഞു, "ഞങ്ങൾ റൂമിൽ പോകുവാണേ." "ശരി, ആയിക്കോട്ടെ. വാ മോളെ, പോകാം." സുമ തുകിനെയും കൂട്ടി ICUവിൻ്റെ പുറത്ത് വന്നു. വെളിയിൽ കാത്തുനിന്ന മീനാക്ഷിയെ കണ്ട് സുമ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മീനാക്ഷി ആശ്വസിപ്പിച്ചു. അടുത്തുണ്ടായിരുന്ന കസേരയിലിരുത്തി. വിനീഷ തുകിനെ കണ്ടു. അവളുടെ കണ്ണും നിറഞ്ഞിരുന്നു. "എന്തുപറ്റി?" എല്ലാവരും ആകാംക്ഷയോടെ സുമയെ നോക്കി. "തുകിനയുടെ അച്ഛന് ഞങ്ങളെ കാണാൻ പറ്റിയില്ല മീനാക്ഷി. ചുറ്റും ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നു." "അങ്ങനെയോ?" മീനാക്ഷി അത്ഭുതത്തോടെ ദേവാനന്ദിനെ നോക്കി. "തുകിനെ, വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. അച്ഛന് സുഖമായി വരികയല്ലേ. നീ അമ്മയെപ്പോലെ വിഷമിച്ചാലോ? അച്ഛന് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി നന്നായി സ്നേഹത്തോടെ രക്ഷിച്ചെടുക്കാം. അറിയാതെ സംഭവിച്ചതല്ലേ." വിനീഷ അവൾക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരുന്നു. ഒരു ഏങ്ങലടി മാത്രമായിരുന്നു അവളിൽ നിന്നുണ്ടായ മറുപടി. ഇതൊന്നും അറിയാതെ കുറച്ചകലത്തായി വിനു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. സുമ റൂം നമ്പർ 10-ൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. വിനു അവിടെ തന്നെ ഇരുന്നു. റാംമോഹനെ വീൽചെയറിൽ കൊണ്ടുവന്നു അവർ ബെഡിൽ ഇരുത്തി. കണ്ണിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രി 9 മണിവരെ വിനീഷയും കുടുംബവും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. യാത്ര പറഞ്ഞവർ പോയി. തുകിന മിണ്ടാട്ടമില്ലാതെ അച്ഛനെ നോക്കിയിരുന്നു. അമ്മ ഒരു കുട്ടിയെപ്പോലെ അച്ഛനെ പരിചരിച്ചു. ആഴ്ചകൾ പലത് കഴിഞ്ഞു. റാംമോഹൻ്റെ ബ്രെയിൻ കെയിൻ സ്റ്റിക്ക് ഉപയോഗിച്ച് നടന്നു പഠിക്കാൻ തുടങ്ങി. പലപ്പോഴും വിനുവായിരുന്നു സഹായത്തിനുണ്ടായിരുന്നത്. അവൻ്റെ ആശ്വാസവാക്കുകൾ റാംമോഹന് ആശ്വാസം തന്നെയായിരുന്നു. കൂടെ ആരുമില്ലാതെയും അയാൾ നടന്നു തുടങ്ങി. തുകിനയ്ക്ക് സങ്കടവും പരിഭവവും കൂടിക്കൂടി വന്നു. വിനു എന്താണ് ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത്? ഒരു മെസ്സേജ് പോലും അയക്കാത്തത്? ഒരു ഫോൺ വിളിക്കാൻ തോന്നിയെങ്കിലും അവൾ അത് വേണ്ട എന്ന് മനസ്സിനെ നിയന്ത്രിച്ചു. അച്ഛന് സഹായം ചെയ്യുന്നതിൽ അവൾ സന്തോഷിച്ചു. വിനു എന്നെ ഒഴിവാക്കുന്നുണ്ടാവും, അതല്ലേ നേരിട്ടൊന്നും ചോദിക്കാത്തത്. വിനീഷ പറഞ്ഞതാണ് ശരി എന്ന് അവൾക്ക് തോന്നി. അവൻ മിണ്ടുന്നെങ്കിൽ മിണ്ടട്ടെ, അപ്പോൾ മിണ്ടിയാൽ മതിയെന്ന്. അതാണ് ശരി. അവൾ അവനെ നോക്കി. അവൻ റാംമോഹൻ്റെ ബ്രെയിൻ കെയിൻ സ്റ്റിക്കിൻ്റെ തുമ്പ് തൊട്ടു നോക്കി. വിനീഷയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, "നമുക്ക് 8:30-ക്ക് ഇറങ്ങണം കേട്ടോ. നാളെ വരാം അങ്കിളേ. ഇന്നിനി പൊയ്ക്കോട്ടെ." തുകിനയും വിനീഷയും അച്ഛൻ്റെ കൈ പിടിച്ചു യാത്ര ചോദിച്ചിറങ്ങി. സുമ അവരെ അനുഗമിച്ചു. തുകിന അച്ഛൻ്റെ അടുക്കലിരുന്നു.